ഇനി തിരുവനന്തപുരത്തേക്ക് നമുക്കൊപ്പം ആർ ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും ഇന്നലെ പുറത്തു വന്നപ്പോൾ UDF-ന് അനുകൂലമായിട്ടാണ് കാറ്റ്. ഇടതുപക്ഷം അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാം, ശരിയാവാം. മെയ് 4 വരെ അസന്നിഗ്ധമായി ഒരു ഉത്തരം ലഭിക്കാൻ നമ്മൾ കാത്തിരിക്കേണ്ടിയും വരും. പറയൂ ശ്രീജിത്ത്, ഈ UDF ക്യാമ്പുകളിൽ ഇപ്പോൾ വളരെ ആഹ്ലാദമായിരിക്കുമല്ലോ. SKN, ഗുഡ് മോർണിംഗ്. കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടത് 9 ഏജൻസികളാണ്. പ്രധാനപ്പെട്ട 9 ഏജൻസികളിൽ ഒന്നുപോലും LDF-ന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന പ്രവചനം നടത്തുന്നില്ല. മാത്രമല്ല UDF-ന് 90 സീറ്റുകൾ വരെ ലഭിക്കാമെന്ന പ്രവചനം ആക്സിസ് മൈ ഇന്ത്യ തുടങ്ങിയ ക്രെഡിബിളായ ഏജൻസികൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പിൽ ഇത് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. UDF പ്രതീക്ഷിച്ച ഒരു വിജയത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഒരു സൂചനയായി മാത്രമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ UDF കേന്ദ്രങ്ങൾ എടുക്കുന്നത്. UDF-ന്റെ കണക്ക് 85 മുതൽ 91 സീറ്റ് വരെ ലഭിക്കും എന്നതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷ 85 മുതൽ 91 സീറ്റ് ലഭിക്കും. ഒരു തരംഗമുണ്ടെങ്കിൽ 100-നപ്പുറത്തേക്ക് സീറ്റുകൾ പോകും എന്നാണ്. ഏതാണ്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോളുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസമുണ്ട്. എങ്കിൽ പോലും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കടത്തിവെട്ടുന്ന, കവച്ചുവെക്കുന്ന ഒരു ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷ പുലർത്തുന്ന നേതാക്കന്മാരുമുണ്ട്. ആകെയുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ ഈ പോളിംഗിലുണ്ടായ വർധനമാണ്. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്ത്രീകൾക്ക് 35-നും 60-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ക്ഷേമാനുകൂല്യങ്ങൾ. ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ വോട്ട് ഏത് ദിശയിലേക്ക് മാറും എന്നത് മാത്രമാണ് UDF ക്യാമ്പുകളിലെ ആശങ്ക. എങ്കിൽ പോലും അപ്പോഴും ഭരണം കിട്ടില്ല എന്നവർ പ്രതീക്ഷിക്കുന്നില്ല. ഉറപ്പായും ഭരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 കൊല്ലത്തെ അധികാര നഷ്ടത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് UDF കേന്ദ്രങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ കാണുന്നത്. SKN. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്. ഇനി NDA ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ NDA ക്യാമ്പിലൊക്കെ തന്നെ വലിയ ആഹ്ലാദം ഉണ്ട്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിൻ, യഥാർത്ഥ NDA ക്യാമ്പുകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. NDA ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കേരളത്തിൽ പൂട്ടിയ അക്കൗണ്ട് വീണ്ടും തുറക്കാം എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അത് 3 സീറ്റുകൾ വരെ, ഒരു ശരാശരി 3 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ളതാണ് ഇന്നലെ ഒരു 10 ഏജൻസികൾ പ്രധാനമായും പറയുന്നത്. അതിൽ ഒരു ഏജൻസി മാത്രമാണ് കേരളത്തിൽ BJP-ക്ക് സീറ്റുകൾ ലഭിക്കുകയില്ല എന്നുള്ളത് പറയുന്നത്. പക്ഷേ 14 സീറ്റുകൾ വരെ പറയുന്നത് BJP ക്യാമ്പിൽ ഒരു അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു 4 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ളതിന്റെ ആത്മവിശ്വാസം നിൽക്കുന്നു. അതിൽ നിയമവും കഴക്കൂട്ടവും ഷുവർ സീറ്റായി BJP കരുതുമ്പോൾ ഒരു ഇഞ്ചോടിഞ്ചു മത്സരം നടന്ന കുറച്ച് സീറ്റുകളുണ്ട്. അതായത് പാലക്കാട്, മഞ്ചേശ്വരം, ചാത്തന്നൂർ പോലുള്ള സീറ്റുകൾ. ഈ സീറ്റുകളിൽ കൂടി കണക്കാക്കിയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ഈ സീറ്റുകൾ കൂടി NDA-ക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 2 സീറ്റുകൾ കൂടി ലഭിച്ചാൽ 4 സീറ്റുകൾ ഉറപ്പിക്കുകയാണ്. പക്ഷേ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ഷോൺ ജോർജിനെ ഉൾപ്പെടെയുള്ളവർ സഭയ്ക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നു. അപ്പോൾ അത് ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ പ്രതീക്ഷിച്ചത്ര വന്നിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ NDA ക്യാമ്പിനുണ്ട്. എന്നാൽ പോലും കേരളത്തിൽ ഒരു ശക്തിയായി നിൽക്കാം എന്നുള്ളത് കരുതുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കൃത്യമായിട്ട് ഒരു ചട്ടത്തോടു കൂടി തന്നെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അവർ പ്രവർത്തിക്കുന്നു. A ക്ലാസ് മണ്ഡലങ്ങൾ തിരിക്കുന്നു. അവിടെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണമൊക്കെ നടത്തുന്നു. പക്ഷേ അങ്ങനെ കേരളത്തിലെ നിയമസഭയിൽ ഒരു വലിയ ശക്തിയായി മാറാം, 10 സീറ്റുകൾ വരെയൊക്കെ നേടാം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നുവെങ്കിലും പിന്നീട് അതിനനുസരിച്ചിട്ടുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. 5 സീറ്റുകൾ വരെ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ 3 സീറ്റുകൾ, ഒരു ശരാശരി 3 സീറ്റുകൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് ലഭിക്കുമെന്ന് ഉറപ്പായിരുന്ന ഒരു ഘട്ടത്തിൽ അവസാനമായി വന്ന ഈ വോട്ടിന് നോട്ട് എന്നുള്ള വിവാദം അത് തിരിച്ചടിയായി എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ ഘട്ടത്തിൽ NDA ക്യാമ്പ് പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ആത്മവിശ്വാസത്തിന് കുറവില്ല. കാരണം കേരളത്തിൽ വീണ്ടും BJP താമര വിരിയും എന്നുള്ളത് തന്നെയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. SK. താങ്ക് യു വിപിൻ സി വിജയൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.